ഹലോ, ഗോൾഡൻ പീരിയഡ് ഓഫ് പ്രഗ്നൻസി എന്നല്ലേ സെക്കൻഡ് ട്രൈമസ്റ്റർ അറിയപ്പെടുന്നത്. സോ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ എൻ്റർ ആയപ്പം തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. അങ്ങനെ കേട്ടാൽ തോന്നും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ എവിടെയും പോയിട്ടില്ലേ. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തത് ഞാൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് കേട്ടോ. ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി ഭാഗ്യവതിയാന്ന് തോന്നുന്നു. എന്നെ വലുതായിട്ടൊന്നും ഈ പ്രഗ്നൻസി ഇടങ്ങേറാക്കിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ വൊമിറ്റിങ്, നോസിയ, അതേപോലെ തന്നെ മാരകമായിട്ടുള്ള ക്ഷീണം, ബാക്ക് പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ, മെയിൻലി ബാക്ക് പെയിനും പിന്നെ ക്ഷീണവും ചെറിയ തോതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാണ്ട് വലുതായിട്ടൊന്നും ഇടങ്ങേറാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച ഒരു സ്വിറ്റ്സർലൻഡിലെങ്കിലും മിനിമം പോകണം. അന്ത പെളി മണിക്ക് സ്വിറ്റ്സർലൻഡിൽ പോയിക്കോടുള്ളൂ. 5 ശ്രീ ബാനാണ് അവിടെ അല്ലല്ലോ. പിന്നെ സ്വിറ്റ്സർലൻഡ് ഇങ്ങോട്ട് വരാത്തത് കൊണ്ടും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ തൽക്കാലം സ്കോട്ട്ലൻഡിലോട്ടാട്ടോ പോകുന്നത്. അല്ല, സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ. എവിടെയാ? കൂർഗെങ്കിൽ കൂർഗ്. ഇത് ശരിയാ, കൂർഗ് ചെറിയ സ്ഥലമൊന്നുമല്ല. പക്ഷെ നമ്മളധികം പോകുന്ന ഗോ ടു പ്ലേസാ കൂർഗ്. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ട്രാവൽ കുറഞ്ഞിട്ടു അങ്ങനെയുള്ളതുകൊണ്ടല്ലേ കൂർഗ് സെലക്ട് ചെയ്തേ. പിന്നെ സീസോ കയറിയ പോലെ ഉണ്ടാവും. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. അങ്ങനെ പിടിച്ചാൽ ഞാൻ ചൂച്ചു പോയിക്കോ. അടുത്ത നമ്മൾ സ്റ്റോപ്പ് കൂർഗേറ്റ്. തൊയഞ്ഞ് പോവാ. അത്യാവശ്യം നല്ല കുണ്ടും കുഴിയുണ്ടായിരുന്നേ. പിടിച്ചിരുന്നിട്ടാണ് പോയത്. അതിൻ്റെ നടുക്ക് ഞാൻ പറഞ്ഞ പോലെ ചൂച്ചു പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. മഴക്കാലമല്ലേ. കഴിഞ്ഞൊരു 3 മാസം എനിക്കും കുഡ്സിനും വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രഗ്നൻസി കൊണ്ട് മാത്രമല്ല, വർക്കിലുള്ള പ്രഷറും ഞാൻ വിചാരിക്കാത്ത കുറേയധികം കാര്യങ്ങൾ എൻ്റെ വർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഡ്സും ഒരു 24 അവർ ബേസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ബേബി മൂൺ എന്നതിലുപരി നമുക്കൊരു വെക്കേഷൻ അത്യാവശ്യമായിരുന്നു. സ്ഥിരം അറ്റ്മോസ്ഫിയറിൽ നിന്നും മാറി നിൽക്കുക. ചെറുങ്ങനെ വിശക്കുന്നുണ്ട്. ഇവ ശരിയില്ല ഗൈസ്. ഞാൻ ചീത്ത എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ ട്രിഗർ ചെയ്യോ. യെസ്, ഒരു ട്രിപ്പിൻ്റെ ഇടയിൽ ഒരു അടി അത് മസ്റ്റാ. അത് ഞാൻ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തോണ്ടി അടി ഉണ്ടാക്കും കേട്ടോ. എല്ലാ ട്രിപ്പിൻ്റെ തുടക്കവും പ്ലീസ് ഇത്തവണ അടി ആക്കരുത് നീ എന്ന് പറഞ്ഞിട്ടാണ് കുറിച്ച് തുടങ്ങുന്നത്. ആരോട്? എന്നോടാ? എനിക്ക് മൂട്ടുന്നുണ്ട് അധികം. എനിക്ക് ഇവിടെ നല്ല ഒഴിക്കാം. ഞാൻ എന്ത് ചെയ്യാ? വേണ്ട, ഞാൻ ഒഴിച്ചു. കൂർഗ് ഗേറ്റ് എത്താൻ ഇത്രയും കാത്തിരുന്ന വേറൊരു ദിവസം ഉണ്ടാവില്ല. അവിടെ എത്തി ചൂച്ചു ഒന്ന് പാസ് ചെയ്തപ്പോഴാ സ്വർഗം കിട്ടിയ നമുക്ക് രണ്ടാക്കം. പിന്നെ എന്താ അടിപൊളി സ്പോട്ടിൽ ആ ഹോട്ടൽ വരുന്നത്. ഇപ്പം പാസ് ചെയ്താലും അല്ലെ അവിടെ കയറിയാലും നമ്മൾ പറയുന്നതാ എന്ത് അടിപൊളി സ്പോട്ടിലല്ലേ ഇവർക്ക് ഈ ഹോട്ടൽ വെക്കാൻ പറ്റിയെന്നുള്ളതായിരിക്കും. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ പറയണ്ട. അവിടെ എത്തിക്കഴിഞ്ഞാൽ കോട മിക്കപ്പോഴും ഉണ്ടാവും, ഒരു ചാറ്റൽ മഴ ഉണ്ടാവും. ഇന്നാണെങ്കിൽ പറയണ്ട, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും അങ്ങോട്ടേക്ക് ഞാൻ ഈ ഒരു ക്ലൈമറ്റാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ആയിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് വർത്ത്. വലുതായി കഴിക്കണം എന്നൊന്നും പ്രതീക്ഷിച്ച് പോയതല്ല. നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ആ ക്ലൈമറ്റൊക്കെ കണ്ടപ്പം ഒരു ചായയും പിന്നെ എനിക്ക് എവിടെ നിന്ന് ഒരു പൊറോട്ടയും കഴിക്കണം തോന്നി. കോട ഇറങ്ങും കേട്ടോ, അടിപൊളിയാണ്. പക്ഷെ ഇവിടുത്തെ കുറേ നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അപ്പുറത്തെ ടേബിളെല്ലാം ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് വരാഞ്ഞിട്ടാന്ന് തോന്നുന്നു. പ്ലേറ്റെല്ലാം ലെഫ്റ്റ് ഔട്ടായിട്ട് പോയിട്ടുണ്ട്. സർവീസിൻ്റെ ചെറിയൊരു തകരാറ് അവിടെ നമുക്ക് തോന്നാതില്ലാതില്ല. കാരണം ഒരു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. അതിനൊരു മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ്. പക്ഷെ നമ്മൾ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തിട്ടോ. പക്ഷേ അടിപൊളി നല്ല മൊരിഞ്ഞ പൊറോട്ടയായിരുന്നു. ഞാൻ എന്താണ് വിചാരിച്ചത് അത് തന്നെ എനിക്ക് കിട്ടി. ചായക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. സോ അത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു.
ബാക്കിൽ ആഡ് ചെയ്തൊക്കെ സിനിമാറ്റിക്. എനിക്കവിടുന്ന് വണ്ടി കയറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുഡ്സ് എന്നെ ചീത്ത പറഞ്ഞ് എങ്ങനെയൊക്കെയോ വണ്ടി കയറ്റി. കാരണം കോൾഡ് പിടിച്ച അവൻ തന്നെയാണല്ലോ എന്നെയും കെട്ടി പോകേണ്ടത്. ഭയങ്കര തന്ത വൈബ്. ആളുകൾ നടന്നു. കഷ്ടപ്പാടാണ് ഗൈസ്. സ്പെഷ്യൽ ഉണ്ട എന്നാ മുണുങ്ങ്. ഇപ്പൊ പൊറോട്ടയും ചായയും കയറ്റിയതേ ഉള്ള പോന്നേ അമ്മലേ. ഇങ്ങനെ കാറിൽ എന്തെങ്കിലും കുറച്ചുകൊണ്ട് പോകാൻ, പ്രത്യേകിച്ച് ഇപ്പുറത്തെ സീറ്റിലിരുന്നിട്ട് പോകാൻ പ്രത്യേക ഒരു വൈബല്ലേ. കുഡ്സ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാനുള്ള കാരണം എല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം ഒരു കുഴപ്പം വേണ്ടല്ലോ, ഇതിങ്ങനെയായിരുന്നില്ല, അതങ്ങനെയായിരുന്നില്ല, മറ്റേ ആംഗിളായിരുന്നു, ഈ മോഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ കുഴപ്പമുണ്ടാക്കും. പാട്ട് മാറ്റുക. റിസോർട്ട് വി ആർ എൻജോയിങ്. ഇത് പേർപ്പിൾ പാം എന്ന് പറഞ്ഞ റിസോർട്ടാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. കുറച്ച് ലക്ഷറി ആണ് എങ്കിലും നമ്മൾ കുറച്ചും കൂടി ഉള്ളിൽ ഏരിയ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും ചില്ല് ചെയ്യാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു. എന്നാലും മെയിൻലി നമ്മൾ റൂമിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നടക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. ആ കൂടെ പോകുന്ന ചേച്ചി നമുക്ക് ഏകദേശം എവിടെയൊക്കെയാണ് ലൊക്കേഷൻ, ഈ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് വരുന്നത് എപ്പോഴാണ് ഓപ്പൺ ആവുക, ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ്, അതേപോലെ പൂൾ ടൈമിങ്, അതേപോലെ ഗെയിം സെക്ഷൻ എവിടെയാണ്, ജിമ്മ്, നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ പാക്കേജിൽ വരുന്ന കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതായിരുന്നേ നമ്മളുടെ റൂം. ഒരു 1 ഡേ സ്റ്റേ ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. ഭയങ്കരം ലക്ഷൂറിയസ് എന്നൊന്നും പറയാനില്ല. പിന്നെ വേറെ എന്തില്ലെങ്കിലും നീറ്റ്നെസ് ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു പോവാം എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയായിരുന്നു. കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. നമുക്കൊരു റൂമിലൊക്കെ ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് വരുന്നതെങ്കിൽ ഇത് അടിപൊളി ഒരു റിസോർട്ടാണ്. രണ്ടും അന്തം വിട്ട് നോക്കുന്നത് സിനിമയിൽ എന്തോ സംഭവിച്ചിട്ടാട്ടോ. പിന്നെ ഭയങ്കര സ്ലോ മോഷനിലായിരുന്നു. നമ്മൾ പതുക്കെ ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ച് പിന്നെ ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി, പതുക്കെ എണീച്ച് ഒന്ന് നമ്മളുടെ ആ ഒരു റിസോർട്ടിൻ്റെ ഏരിയ ഒക്കെ ചുറ്റിക്കറങ്ങി കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് നൈറ്റ് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു.